ഹായ് എവരി വൺ, നമസ്കാരം. ഞാനിപ്പോൾ 2-3 എന്നെ കൊണ്ടാവണത്തിൽ എഡിറ്റ് ചെയ്ത് ട്രാവൽ വ്ളോഗ് ചെയ്തു കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച കൂർഗി പോയിരുന്ന വിശേഷങ്ങളൊക്കെ 3 പാർട്ടായിട്ട് 3 മിനിറ്റ്, 4 മിനിറ്റ്, 6 മിനിറ്റ്. കാരണം ഞാനൊരു ക്ഷമയില്ലാത്ത ആളാണ്. അപ്പോൾ ഈ 20 മിനിറ്റ്, 22 മിനിറ്റ് വീഡിയോ ഒന്നും കാണാൻ എനിക്ക് വലിയ ഇഷ്ടമല്ല. ഞാനിപ്പോൾ എത്ര ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണെങ്കിലും ഞാൻ ചിലപ്പോൾ ഒന്ന് ഓടിച്ചു വിട്ട് സ്കിപ്പ് ചെയ്തൊക്കെ കാണുക. അതുകൊണ്ടാണ് ഞാൻ 3 മിനിറ്റ്, 4 മിനിറ്റ്, 6 മിനിറ്റുള്ള വീഡിയോകൾ ഇടണേ കേട്ടോ. എല്ലാവരും ഒന്ന് കാണണേ അതൊക്കെ. പിന്നെ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോണ വിഷയം എന്താണെന്ന് വെച്ചാൽ സന്തോഷത്തെക്കുറിച്ചാണ് കേട്ടോ. കാരണം സന്തോഷങ്ങൾ നമ്മളുണ്ടാക്കണം അല്ലേ? നമ്മുടെ സന്തോഷങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയിരിക്കണം. അതേപോലെ സങ്കടങ്ങൾ അത് നമ്മൾ തേടി വന്നിരിക്കും. അത് നമ്മൾ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല. എന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നോട് പറഞ്ഞു, എപ്പോഴും ടെൻഷനാണ്, ഡിപ്രഷനാണ്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നിനക്ക് എന്തിനാ ടെൻഷൻ, ഡിപ്രഷൻ? നിൻ്റെ മക്കൾ പഠിക്കുന്നു, ഹസ്ബൻഡിന് ജോലിയുണ്ട്, അങ്ങർക്ക് ആയുസ്സും ആരോഗ്യമുണ്ട്. നമുക്കില്ലാത്തതിനെ തേടി പോകുമ്പോൾ മാത്രമാണ് നമുക്ക് സന്തോഷങ്ങൾ നഷ്ടപ്പെടുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഞാൻ ചിരിച്ചോണ്ട് അഭിമുഖീകരിച്ചിട്ടുള്ള ആളാണ്. നമുക്ക് വേണ്ടി ഭഗവാൻ എവിടെയെങ്കിലും നമുക്ക് കയറാൻ വേണ്ടി ഒരു നൂല് മതി നമുക്ക് കയറാൻ. ഒരു നൂലെങ്കിലും ഇട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കുഴിയിൽ നിന്ന് കയറാൻ ഒരു കുഴി കിടക്കുകയാണെങ്കിൽ ആ നൂലിനെ പിടിച്ചായാലും നമ്മൾ കയറാൻ നോക്കണം. ഇല്ലാണ്ട് നമുക്ക് അയ്യോ വയ്യേ, എനിക്ക് എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല, ഞാനൊന്നിനും കൊള്ളാത്തതാണ് എന്ന് പറഞ്ഞിരുന്നാൽ നമ്മൾ അങ്ങനെ ഇരിക്കുകയുള്ളൂ. നമുക്ക് ഭഗവാൻ എന്തായാലും, എല്ലാ സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും നമുക്ക് എന്തായാലും ഒരു കഴിവ് ദൈവം തന്നിട്ടുണ്ടാവും. ആ കഴിവ് എന്താണെന്ന് നമ്മൾ കണ്ടെത്തണം. അതിൽ നിന്ന് വേണം നമ്മൾ ഉയർത്തെഴുന്നേൽക്കാൻ. പ്രശ്നങ്ങളില്ലാത്ത ജീവിതം ഇല്ല. മനുഷ്യജീവിതം എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, ഇന്നല്ലെങ്കിൽ നാളെ. ഇപ്പോൾ നമുക്കൊരു അമ്മ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും, അയ്യോ ഇതൊന്ന് കമന്ന് വീണാൽ എൻ്റെ പ്രശ്നം തീരും. പിന്നെ അപ്പോൾ കമഴുമ്പോഴോ അത് പതുക്കെ ഇഴഞ്ഞു തുടങ്ങും. അപ്പോൾ ഇഴയുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും, ദൈവമേ ഇതൊന്നും നടന്നാൽ എൻ്റെ പ്രശ്നം തീരും. നടക്കുമ്പോഴോ അത് ഓടും ഇല്ലേ? പിന്നെ അത് നമുക്ക് ഈശ്വര സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് റെസ്റ്റ് എടുക്കാമല്ലോ. സ്കൂളിൽ പോകുമ്പോൾ അതിലും പ്രശ്നമാണ്, ടീച്ചർമാരുടെ വിളി, പഠിക്കണില്ല, പഠിത്തം, അതൊക്കെ ഒരു വലിയ കടമ്പ. അതിന് ശേഷം നമ്മളപ്പോൾ എന്താ വിചാരിക്കുക, ഇവൻ വലുതായി ഒരു ജോലി കിട്ടിയെങ്കിൽ സമാധാനമായി. വലുതായി ജോലി കിട്ടുമ്പോഴോ അവർ നമ്മുടെ വരുന്ന നിൽക്കുമോ? അവർ രാത്രി ലേറ്റായി വരും. നമ്മൾ വിളിച്ച അമ്മയ്ക്ക് എന്താണെന്ന് നമ്മളെ ഓരോന്ന് പറയും. അപ്പോൾ അയ്യോ, കുട്ടികൾ വരണവരെ നമ്മുടെ മനസ്സിൽ ആദ്യമാണ് അല്ലേ? പിന്നെ അപ്പോൾ നമ്മൾ ചോദിക്കും, കല്യാണം കഴിച്ചിട്ട് പ്രശ്നം തീരെയായിരിക്കും കേട്ടോ. കല്യാണം കഴിച്ചു കൊടുത്താലും നമ്മൾ ചോദിക്കും, അമ്മയാണെങ്കിൽ നമ്മൾ എത്ര ഇടപെടണമെന്ന് വിചാരിച്ചാലും ഈശ്വര സുഖമായിട്ട് ജീവിക്കാനുണ്ടാവണേ. അങ്ങനെയാണ് മനുഷ്യജീവിതം. നമ്മൾ ഓരോന്നിലും ഇങ്ങനെ പ്രശ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കും നമ്മൾ. അതായത് അടുത്തത് നമ്മൾ. പക്ഷേ ആ നിമിഷത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കാനില്ല. ശരിക്കും പറഞ്ഞാൽ ഇന്നലെകൾ കഴിഞ്ഞു പോയതിനെക്കുറിച്ച് നമ്മൾ ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. ഇന്നലെകൾ ഒന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇന്നലകളിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഇന്നലെ ശരിയാണ്, നമ്മൾ വിചാരിക്കും അന്ന് ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇന്നിങ്ങനെ വരുമായിരുന്നില്ല. പക്ഷേ അന്ന് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? പിന്നെ നാളെ എന്നത് നമുക്കൊരു സ്വപ്നം മാത്രമാണ്. ഒരിക്കലും അത് നമുക്ക് അറിയോ? നാളെ നേരം വിളിക്കുമ്പോൾ നമ്മൾ ഉണ്ടോ ഇല്ലയെന്ന് അറിയോ? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഇന്നുകളിൽ സന്തോഷിക്കുക. ഇന്നുകളിൽ നമ്മൾ സന്തോഷിച്ചില്ലെങ്കിൽ നമ്മൾ വെറും വിഡ്ഢികളായി പോകും. നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ സൗഭാഗ്യങ്ങൾ, ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ എനിക്കൊരു സ്കൂട്ടർ ഉണ്ടെങ്കിൽ ഞാൻ എന്താ വിചാരിക്കുക, അയ്യോ എനിക്കൊരു കാറില്ലല്ലോ. അപ്പോൾ അന്നത്തെ ദിവസം എനിക്ക് സങ്കടമായി. നേരെ മറിച്ച് ഈശ്വര എനിക്ക് ഈ സ്കൂട്ടർ വന്നിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ നമ്മളെക്കാളും ഒട്ടും പറ്റാത്ത ആൾക്കാരെ പറ്റി ചിന്തിക്കുക. എൻ്റെ അമ്മൂമ്മയൊക്കെ എപ്പോഴും പറഞ്ഞു തരുമായിരുന്നേ, നമ്മൾ താഴേക്ക് നോക്കുക. താഴേന്ന് പറഞ്ഞാൽ എന്തുട്ടാണെന്നറിയോ? ഭൂമിയിലേക്ക് നോക്കുക. നമ്മളിൽ നിന്ന് ഭൂമിയിലേക്ക് നമുക്ക് എത്തിപ്പിടിക്കാവുന്ന ദൂരമേ ഉള്ളൂ. പക്ഷെ ആകാശമോ എത്ര നമുക്ക് പറന്ന്. അപ്പോൾ നമ്മളെപ്പോഴും ഭൂമിയിലേക്ക് നോക്കി ജീവിച്ച് നമുക്ക് തന്ന സൗഭാഗ്യങ്ങളോട് ഈശ്വരനോട് നന്ദി പറഞ്ഞ് ജീവിച്ചാൽ പരമാവധി നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും. നമ്മളില്ലാത്തതിനെ പിന്നെ നമ്മൾ പറയും, കസ്തൂരിമാനുണ്ടല്ലോ, മാൻ്റെ കഥ കേട്ടിട്ടുണ്ടോ? കസ്തൂരിമാൻ എങ്ങനെയാണെന്നറിയോ? കസ്തൂരിമാൻ്റെ ശരീരത്തിൽ തന്നെയാണ് കസ്തൂരി ഉള്ളത്. പക്ഷേ കസ്തൂരിമാൻ അതിൻ്റെ ഗന്ധം അന്വേഷിച്ച് കാട് മുഴുവൻ അലിയുന്ന പറയുക. സംഗതി ആ ഗന്ധം എവിടെ നിന്നാണ് വരുന്നത്? അതിൻ്റെ ദേഹത്തു നിന്നാണ് വരുന്നത്. കസ്തൂരിമാൻ ഗന്ധം അന്വേഷിച്ച് നടക്കുന്ന പോലെയാണ് മനുഷ്യന്മാർ സന്തോഷം അന്വേഷിച്ച് നടക്കുന്നത്. സന്തോഷങ്ങൾ നമ്മളിൽ തന്നെയുണ്ട്, നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ. പിന്നെ നമുക്കൊരു വേദന വരുമ്പോൾ, അയ്യോ എനിക്കൊരു മഹാരോഗമാണോ,
അങ്ങനെ ചിന്തിക്കുന്ന കുറേ പേരുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, ഒരു വയറുവേന എൻ്റെ കിഡ്നി പോയി സരിതേ എന്ന് പറയും. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട്. പിന്നെ ഒന്നും വലിയ അസുഖം വന്നാലും നിസ്സാരാക്കുന്ന ആൾക്കാരും എൻ്റെ കൂട്ടത്തിലുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, ഭാഗ്യലക്ഷ്മി, പ്രത്യേകം പറയണം. കാരണം ഞാൻ എൻ്റെ ടെൻഷനുകൾ എന്തെങ്കിലും ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് എന്നോട് ഒരു 10 കൊല്ലം മുമ്പ് ഞാൻ എന്തെങ്കിലും കുട്ടികളെ പഠിക്കുന്ന സമയത്തോ നമുക്ക് പൈസയ്ക്ക് പ്രശ്നമുള്ള സമയത്തോ ഞാൻ ഓഫീസിൽ വന്നിരിക്കുമ്പോൾ എന്താ എനിക്ക് ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ആ കുട്ടി അതിന് വരെ ടെൻഷൻ വന്ന ആൾക്കാരാണ്. അപ്പോൾ എന്നോട് പറയും, സരിതേ ആലോചിച്ച ഒരന്തോ ഇല്ല. കാരണം ശരിയാണ്, ആലോചിച്ച വല്ല അന്തോ ഉണ്ടോ? നമ്മൾ ഇപ്പോൾ തുടങ്ങി, നമ്മൾ ജനിച്ച കാലം തുടങ്ങി നമ്മൾ മരിക്കണ വരെ വയസ്സ് വരെ നമ്മൾ ആലോചിക്കും. എന്നാലോ ആലോചിച്ചില്ലെങ്കിൽ ഒരു കുന്തവുമില്ല. കറക്റ്റല്ലേ? ആലോചിച്ചില്ലെങ്കിൽ വല്ല കുഴപ്പമുണ്ടോ എന്തിനെങ്കിലും പറ്റി? അപ്പോൾ നമ്മൾ നമ്മുടെ ഇന്നുകളിൽ ജീവിക്കുക. നാളെ എന്തു പറ്റുമെന്നോ ഇന്നലെ കഴിഞ്ഞു പോകുന്നതിനെ പറ്റി ഓർത്ത് ദുഃഖിക്കാണ്ട് ഇന്നുകളിൽ എല്ലാത്തിലും ഓരോ ചെറിയ ഒരു പൂ വിരിഞ്ഞാൽ പോലും അതിൽ നമ്മൾ നമ്മുടെ സന്തോഷം കണ്ടെത്തിയാൽ നമ്മുടെ ചുണ്ടിലെ പുഞ്ചിരി ഒരിക്കലും ആയില്ല. എന്നും സന്തോഷത്തോടുകൂടിയും ചിരിച്ച മുഖത്തോടുകൂടി ഇരിക്കാൻ എല്ലാവർക്കും ആശംസിക്കട്ടെ. നല്ലൊരു ദിനം നേരുന്നു. ഓക്കേ, താങ്ക് യു.